ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റർ എങ്ങനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാമെന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് ജൂൾസ് ലോ, എന്തൊക്കെയാണ് ജൂൾസ് ലോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റർ നമുക്ക് രണ്ട് രീതിയിൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാവുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നുപോലും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നോക്കി, ബൾബ് നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലായിട്ടും കണക്ട് ചെയ്യാം. പാരലായിട്ട് കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ മറ്റൊരു ബൾബ് വെച്ചാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, പാരലൽ കണക്ഷൻ എന്നും. വൺ ആഫ്റ്റർ ദി അതർ, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് വെച്ചാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, സീരീസ് കണക്ഷൻ എന്നും വിളിക്കാം. ഈ രണ്ട് സർക്യൂട്ടിൽ ഞാനൊരു 6 വോൾട്ട് ബാറ്ററി യൂസ് ചെയ്ത് എന്ത് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട്, ഇവിടെ കൂടി ഒരു കറണ്ട് ഞാൻ എന്ത് ചെയ്ത് വിടുന്നുണ്ട്, പാസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം ഈ രണ്ട് സർക്യൂട്ടിൽ ഏറ്റവും കൂടുതൽ ബൾബ് നല്ല പ്രകാശം തരുന്ന, നല്ല ഇൻറ്റൻസിറ്റിയിൽ ബൾബ് ഗ്ലോ ചെയ്യുന്ന ഏത് ബൾബായിരിക്കും, നല്ല ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ബൾബ് ഗ്ലോ ചെയ്യുന്ന സർക്യൂട്ട് എയിലെ ബൾബായിരിക്കുമോ, സർക്യൂട്ട് ബിയിലെ ബൾബായിരിക്കുമോ, ഏതിലെ ബൾബായിരിക്കും, സർക്യൂട്ട് എയിലെ ബൾബായിരിക്കും നല്ല ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നത്, ഗ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പം സർക്യൂട്ട് എയിലെ ബൾബാണ് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ, അതായത് പാരലായിട്ട് കൊടുത്തേക്കുന്ന ബൾബാണ് എന്ത് ചെയ്യുന്നത്, നല്ല ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുന്നത്. റീസൺ എന്തായിരിക്കും, അവിടുത്തെ റെസിസ്റ്റൻസ് കുറവാണ് അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും, ബൾബ് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഇതിനകത്തോട് പോകുന്ന കറണ്ടിൻ്റെ അളവ് എന്തായിരിക്കും, കറണ്ട് ഫ്ലോ കൂടുതലായിരിക്കും. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് ദ ബൾബ് ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും, സർക്യൂട്ട് എ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാനിനി അടുത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാനൊരു ബൾബ് ഞാൻ എന്ത് ചെയ്യുവാണ്, മാറ്റുവാണ്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഒരു ബൾബ് ഞാൻ എന്ത് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ ഇതിനകത്ത് സർക്യൂട്ട് എയിലെ ബൾബ് എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും അല്ലേ. പക്ഷേ ഇവിടുത്തെ ബൾബ് എന്ത് ചെയ്യത്തില്ല, ഗ്ലോ ചെയ്യത്തില്ല. കാരണം എന്താണ്, പാരലൽ കണക്ഷനിൽ നമ്മൾ ഒരു ബൾബ് എടുത്ത് ഇവിടെ നിന്ന് മാറ്റിയാലും അവിടെ കറണ്ട് ഫ്ലോയ്ക്ക് എന്ത് വരുന്നില്ല, തടസ്സമൊന്നും വരുന്നില്ല. സോ എയിലുള്ള ബൾബ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്ലോ ചെയ്ത് തരും. പക്ഷേ ബിയിൽ എന്ത് ചെയ്യത്തില്ല, ഗ്ലോ ചെയ്യത്തില്ല. റീസൺ എന്താണ്, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു ബൾബ് ഞാൻ എടുത്ത് മാറ്റുമ്പോൾ ഇവിടെ എന്ത് നടക്കത്തില്ല, കറണ്ട് ഫ്ലോ നടക്കത്തില്ല അല്ലേ. കറണ്ട് ഫ്ലോ നടക്കാത്തതുകൊണ്ട് ഇത് എന്ത് ചെയ്യത്തില്ല, ഗ്ലോ ചെയ്യത്തില്ല. അപ്പോൾ റെസിസ്റ്റർ അറേഞ്ച് ചെയ്യുന്ന, റെസിസ്റ്ററിൻ്റെ കുറച്ച് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും പറയുന്നതിന് മുമ്പ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞ് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇനി നമുക്ക് ഈ ബൾബ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൾബ് വെച്ചിരുന്ന സ്ഥലത്ത് ഇതിന് പകരം നമുക്ക് എന്ത് വെച്ച് കൊടുക്കാം, റെസിസ്റ്റർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷനും അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷനും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവരും ഒന്ന് ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ സീരീസ് കണക്ഷൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. ഓക്കെ, റെസിസ്റ്റർ വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് സീരീസ് ആയിട്ട് എന്ത് ചെയ്തേക്കുവാണ്, കണക്ട് ചെയ്തേക്കുവാണ്. പാരലിൽ ഒന്ന് മുകളിലും ഒന്ന് എവിടെയാണ്, താഴെയായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് 2 വോൾട്ട് മീറ്ററും പിന്നെ കറണ്ട് മെഷറിന് ഒരു അമ്മീറ്ററും വെച്ചു. ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് അമ്മീറ്ററും വെച്ചു അല്ലേ. നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി എല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണം, അമ്മീറ്റർ റീഡിങ്ങും വോൾട്ട് മീറ്റർ റീഡിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇതിനകത്ത് നമ്മൾ കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് കൊടുത്തിട്ട് 3 വോൾട്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് അല്ലേ. കറണ്ട് പാസ് ചെയ്യിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഓരോ റീഡിങ് നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം. എന്തൊക്കെയാണ്, ഐ എങ്ങനെ വന്നു, ഇതിനകത്തുള്ള ഈ റെസിസ്റ്ററിലുള്ള ഐ എങ്ങനെയാണ്, ഇതിനകത്തുള്ള ഐ എങ്ങനെയാണ്, ടോട്ടൽ വി എങ്ങനെയാണ്, അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം. ഒരു ടാബ്ലറ്റ് കോളം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബ്ലറ്റ് കോളം ഉണ്ടല്ലേ, ആ ടാബ്ലറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. അപ്പം നമ്മൾ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ ഇവിടെ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങ് ഒരു കൺക്ലൂഷനായിട്ട് എന്ത് ചെയ്യുക, പറയുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഒരു റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷേ പാരലായിട്ട് കണക്ട് ചെയ്താൽ കറണ്ട് എപ്പോഴും എന്തായിരിക്കും, ഡിഫറൻറ്റ് ആയിരിക്കും. മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റർ നമ്മൾ എന്താണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അവിടെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. എന്നാൽ പാരലാണെങ്കിൽ, പാരലൽ കണക്ഷനാണ്, പാരലാണെങ്കിൽ അവിടെ കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കിവിടെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺക്ലൂഷൻ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ. സീരീസിലെ കറണ്ട് സെയിം ആണെന്നും പാരലിലെ കറണ്ട് ഡിഫറെൻ്റ് ആണെന്നും പിന്നെ സീരീസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറെൻ്റ് ആണെന്നും പാരലിലെ സെയിം ആണെന്നും നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ്, നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അത് കൺക്ലൂഷൻ എഴുതിയിടുന്നത് അല്ലേ. അപ്പം ഐ സെയിം ആയിരിക്കും, ഇവിടെ ഐ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആണെങ്കിൽ ഇവിടുത്തെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത വോൾട്ടേജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും.
അല്ലേ? ഇവിടെ ഐ സെയിം വി ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഇവിടെ എങ്ങനെയാണ്? ഐ ഡിഫറൻറ്റും വി സെയിം ആയതുകൊണ്ട് റെസിസ്റ്റൻസ് ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് സീരീസും പാരലൽ കണക്ഷനും എഴുതിയിട്ട് ഈ ഡേറ്റാസൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? എടുത്ത് എഴുതി ഇടുക. അപ്പം എങ്ങനെയാണ് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്താൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. മനസ്സിലായല്ലോ അല്ലേ? ഒരു സർക്യൂട്ടിൽ നമുക്ക് റെസിസ്റ്റർ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്താൽ ആ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടുത്തെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ എന്താണെന്ന് പറഞ്ഞു? ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ V = V1 + V2 എന്ന് എനിക്ക് എഴുതാമല്ലോ. എഴുതി. എന്നിട്ട് V = IR, ഓംസ് ലോ അനുസരിച്ച് അങ്ങനെയാണല്ലോ. അപ്പം ഈ V മാറ്റി ഞാൻ എന്ത് കൊടുത്തു? IR എന്ന് കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? IR1 എന്ന് കൊടുത്തു. ഇവിടെ എന്ത് കൊടുത്തു? ഞാൻ IR2 എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഐ നെഗ്ലക്റ്റ് ചെയ്യാലോ. എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = എന്താണെന്ന് എഴുതാം? R1 + R2. അപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റർ സീരീസ് ആയിട്ട് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? R = R1 + R2. ഇവിടെ എന്ത് സെയിം ആണ്? ഐ ഇവിടെ സെയിം ആണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുക. R = R1 + R2. പ്രോബ്ലത്തിന് ആവശ്യം വരും, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ പാരലായിട്ട് കൊടുത്താൽ ഇവിടെ എന്ത് സെയിം ആണെന്ന് പറഞ്ഞു? ഐ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞു, വി സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഡിഫറൻ്റ് ആകുമ്പോൾ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I1 + I2. നമുക്ക് ഓംസ് ലോ അനുസരിച്ച് അറിയാം ഐ = എന്താണ്? V/R. സോ ഈ ഐ മാറ്റി ഞാൻ എന്ത് കൊടുത്തു? V/R കൊടുത്തു, V/R1 കൊടുത്തു, V/R2 കൊടുത്തു. ഇവിടെ എന്ത് സെയിം ആണ്? വോൾട്ടേജ് ഇവിടെ സെയിം ആണ് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 1/R = 1/R1 + 1/R2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ എഴുതാം? R = R1 R2/R1 + R2. അപ്പം സീരീസ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? R = R1 + R2. പാരലായിട്ട് കൊടുത്താലോ? R = R1 R2/R1 + R2. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് സീരീസ് ആയിട്ടും പാരലായിട്ടും കൊടുക്കുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്, അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പോവാം. അപ്പോൾ നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഞാൻ സീരീസ് ആയിട്ട് ഒരു 3 റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കേ, ഈ റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. നമ്മൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം. എന്താണ്? ഓം. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? 10 Ω, 5 Ω, 2 Ω അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ റെസിസ്റ്റർ നോക്കിയേ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുക അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? R = R1 + R2, അങ്ങനെ R3 R4 എത്ര ഉണ്ട് അങ്ങനെ അങ്ങ് പോകും അല്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കി എല്ലാം 10 Ω അല്ലേ? എല്ലാം വാല്യൂസ് എന്താണ്? സെയിം ആണ്. ഇങ്ങനെ വാല്യൂസ് സെയിം ആയി വരുമ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? R = N × R. നമ്മുടെ ശരിക്കുള്ള നമ്മുടെ സീരീസിൻ്റെ ഫോർമുല എന്താണ്? R = R1 + R2. ഇതല്ലേ നമ്മുടെ ഫോർമുല. പക്ഷേ റെസിസ്റ്ററിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? R = N × R. അപ്പം R = N. N എന്ന് പറഞ്ഞാൽ എത്ര റെസിസ്റ്റർ ഉണ്ട് ഇവിടെ? 3. അപ്പം 1 2 3. അപ്പം 3 × റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്തുവാണ്? 10. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 30 Ω. ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്ററിൻ്റെ ഫോർമുല എന്താണ്? R1 R2/R1 + R2 അല്ലേ? റെസിസ്റ്ററിൻ്റെ വാല്യൂ സെയിം ആണ്, രണ്ടും 5 Ω ആണ്. നമുക്ക് ഏത് ഫോർമുല ഇട്ട് ചെയ്യാം? എങ്ങനെ? R = റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്താണ്? 5. എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 2 ആണ് അല്ലേ? 2 റെസിസ്റ്ററില്ലേ? അപ്പോൾ 5/2. ആൻസർ എന്ത് കിട്ടും? 2.5 Ω. അപ്പം സീരീസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പാരലലിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇനി റെസിസ്റ്ററിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ മറ്റേ ഫോർമുല ഇട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇങ്ങനെ വാല്യൂ സെയിം ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. R = N × R എന്നും ചെയ്യാം, R = R/N എന്നും. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെസിസ്റ്റർ, എത്ര റെസിസ്റ്റർ ഉണ്ട് എന്നുള്ള അതിൻ്റെ എണ്ണത്തെയാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും എല്ലാവരും നന്നായിട്ട് വീഡിയോ നല്ല രീതിയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായതൊക്കെ എന്ത് ചെയ്യുക? ഒരു നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ഡിഫറൻസ് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക, ഫോർമുലാസ് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കലും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നുപോലും.